പ്രചേതസോ നാമ. ഈ പ്രചേതസുകൾ ആരാണ്? നാരദൻ അവിടെ പോകാൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, ധ്രുവൻ്റെ പരമ്പരയിൽ വന്ന മഹാത്മാക്കളാണ് പ്രചേതസുകൾ. ധ്രുവൻ്റെ പരമ്പരയിൽ അങ്കന് പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് സന്താനഭാഗ്യം ഇല്ല. അപ്പോൾ പുത്രകാമേഷ്ടിയാഗം നടത്തിയപ്പോൾ ഭൂതം പായസം കൊടുത്തു. ആ പായസം ഭാര്യയ്ക്ക് കൊടുത്തു. പുത്രകാമേഷ്ടിയാഗം നടത്തി ഭൂതം കൊടുത്ത പായസം കഴിച്ച് ജനിക്കുന്ന കുട്ടികളൊക്കെ ശ്രീരാമനെപ്പോളാവുമ്പോൾ വിചാരിക്കേണ്ട. ഇവിടെ നേരെ വിരുദ്ധമായിട്ട് കുറുത്തം കെട്ട കുട്ടിയായിട്ട് വേനൽ ഒരു കുട്ടി ഉണ്ടായി. ശരിക്കും വേനലിന് പറയാമായിരുന്നു. വേനൽ കാലം പോലെ എല്ലാവരെയും ചൂടാക്കി. വേനലിൻ്റെ സങ്കടം കാരണം നാട്ടിൽ തന്നെ നായാട്ടത്തിന് പുറപ്പെട്ടു. എല്ലാവരും കാട്ടിൽ മൃഗങ്ങളെ അടിക്കാറുണ്ട്. നാട്ടിൽ തന്നെ വേട്ടയാടുന്നത് കണ്ടപ്പോഴാണ് ജനങ്ങൾ രാജാവോട് പറഞ്ഞു, മകൻ വേണമെങ്കിൽ ഞങ്ങൾ കാട്ടിലേക്ക് പോവാം, അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ മകനെ കാട്ടിലേക്ക് പറഞ്ഞു വിടൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, രണ്ടുപേരും പോകണ്ട, ഞാൻ പോയിക്കൊള്ളാം. അത് അർദ്ധരാത്രിയിൽ സ്വയം പുറപ്പെട്ടു ചെന്നു. ഇവിടെ മൈത്രേയൻ പറയുന്നു, കഥപത്യം വരം മന്യേ. സത്പുത്രനേക്കാൾ ദുഷ്ടപുത്രൻ ജനിക്കുന്നത് ഭാഗ്യം. എന്താ കാരണം? ദുഷ്ടപുത്രനാണെങ്കിൽ നമ്മൾ വിചാരിക്കും, സത്പുത്രനാണെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത്, നമുക്ക് ടി വി മേടിച്ച് കൊടുത്ത്, ഒരു മുറിയും AC മുറിയും കൊടുത്ത് ഏത് ചാനലിൽ കണ്ടോളൂ പറയും. ദുഷ്ടപുത്രനാണെങ്കിൽ ഒന്നും ഭക്ഷണം കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇവനോട് ഇരുന്ന് ശല്യം, ഇവരുടെ ശല്യം വേണ്ട, നാരായണയിൽ ചെന്ന് നാരായണ ജപിച്ച് ഇത് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയെങ്കിലും ചില ആളുകൾ പുറപ്പെട്ടു വരും. അതുകൊണ്ട് ദുഷ്ടപുത്രനായാലും സത്സംഗത്തിൽ പോവാൻ ഒരു പ്രേരണ കിട്ടിയാൽ കഥപത്യം വരം, അത് ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിരുന്നു ഇവിടെ മൈത്രേയൻ. പിന്നെ വേനൽ രാജ്യഭരണം ഏറ്റെടുത്ത ശേഷം പുതിയ നിയമം പാസാക്കി. ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാക്വചിത്. എവിടെയും യാഗം ചെയ്യാൻ പാടില്ല, ഹോമിക്കാൻ പാടില്ല. പിന്നെ അമ്പലത്തിലൊക്കെ വെച്ച അഭിഷേകം, പാലഭിഷേകം, തേനഭിഷേകം ഒന്നും ആവശ്യമില്ല. എല്ലാ പാലും ഇവിടെ കൊടുത്തോളും, ഞാൻ കുടിച്ചോളാം. അപ്പോഴാണ് ഋഷീശ്വരന്മാർ പറഞ്ഞു, യാഗം ചെയ്താലേ മഴ കിട്ടുള്ളൂ, അത് നിർത്തരുത്. ഞാൻ പ്രത്യക്ഷതയാൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാ വെറുതെ ഹോമിക്കുന്നു എന്ന് മഹർഷിമാരെ ധിക്കരിച്ചപ്പോഴാണ് മഹർഷിമാർ ഹും പറഞ്ഞു. ഹും പറഞ്ഞപ്പോൾ വീട് മരിച്ചു. പിന്നെ കള്ളന്മാർ, കൊള്ളക്കാർ പുറപ്പെട്ടു. കാരണം വേനൻ്റെ രാജ്യഭരണത്ത് കള്ളന്മാർ വന്നിട്ടില്ല. എന്താ കാരണം? വലിയ കള്ളൻ വേനൽ രാജാവായിരിക്കുമ്പോൾ ചെറിയ കള്ളന്മാർ വന്നില്ലേ. വേനൽ മരിച്ചപ്പോൾ കള്ളന്മാരൊക്കെ പുറപ്പെട്ടു. ഇപ്പം വീണ്ടും ഋഷീശ്വരന്മാർ വന്ന് വേനൻ്റെ തുടയിൽ നിന്നും കടഞ്ഞെടുത്തു അവൻ്റെ പാപം. അതിൽ നിന്നും ഒരു സൃഷ്ടി നടത്തിയപ്പോഴാണ് കുട്ട കൈയും ചെറിയ കാലമായി ഒരാൾ വന്ന് ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണോ? കണ്ടപ്പോൾ മനസ്സിലായി ഇയാളെ കൊണ്ട് ഒരു സഹായം കിട്ടില്ല. നിഷീദയെ ഇരുന്നോളൂ പറഞ്ഞു. നിഷീദ പറഞ്ഞുകൊണ്ടാണ് ആ ജാതി നിഷാദ ജാതി, വേടജാതിയായി അവരെ കാട്ടിലേക്ക് പറഞ്ഞു. പിന്നെ വേനൻ്റെ കൈ കടഞ്ഞെടുത്തു. ഇപ്പോൾ പറയാറുണ്ടല്ലോ, മരിച്ചവരുടെ ശരീരത്തിൽ നിന്നും ജീവശക്തി എടുത്ത് പുതിയ സൃഷ്ടി ഒരു പുണ്യം ഉണ്ടാക്കാൻ പറ്റും. അത് പണ്ടേ ഋഷീശ്വരൻ നടത്തിയതാണ്. അങ്ങനെ വേനൻ്റെ കയ്യിൽ നിന്നും വേനൻ്റെ പുണ്യത്തിൻ്റെ സൃഷ്ടി ചെയ്തപ്പോഴാണ് അവിടെ ഭഗവാൻ പൃഥു എന്ന പേരിൽ അവതാരം ചെയ്തു. അധതസ്യ പുനർവിപ്രൈഹി അപുത്രസ്യ മഹീപതേഹേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത്തെ. വളത്തെ കൈയിൽ നിന്നും പൃഥു എന്ന ഭഗവാനും ഇടത്തെ കൈയിൽ നിന്നും അർച്ചസ് എന്നിവരുള്ള മഹാറാണിയായി ദമ്പതിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ അവിടെ ഇരിക്കുന്ന ബന്ദികൾ, സൂതൻ, മാഗധൻ ബന്ദികൾ അവർ സ്തുതിക്കാൻ തുടങ്ങി. പണ്ട് രാജകൊട്ടാരത്തിൽ 3 തരം ആൾക്കാരുണ്ടായിരുന്നു. പുരാണം പറയുന്നവർ സൂതൻ എന്ന പേര്. സൂത പൗരാണിക പ്രോക്താഹ, മാഗധ വംശസംസകാഹ. അവരൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ പൃഥു പറഞ്ഞു, നാവ് കൊണ്ട് നാരായണ മാത്രമേ പാടാവൂ, ഒരു നരണ പാടാൻ പാടില്ല. എല്ലാവരും നാരായണ ജപിച്ചോളൂ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ
ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ 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 ജയ ജയ ഗോപാല ഹരേ നാരായണ ജയ ജയ ഗോപാല ഹരേ ജയ ജയ ഗോപാല ഹരേ. എല്ലാവരും നാരായണ നാമം ജപിച്ചോളൂ, നാരായണ കീർത്തിച്ചോളൂ പറഞ്ഞപ്പോൾ അവിടെ പാടുന്നവർക്ക് ഞങ്ങളായിട്ട് പാടുന്നില്ലേ, ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടാണ് പാടുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആശീർവാദമായി സ്വീകരിച്ചോളാൻ പറഞ്ഞു. പിന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാതായി. അതിൻ്റെ കാരണം എന്താണ് മനസ്സിലായി? ഭൂമിയുടെ ദോഷമാണ്. കാരണം ഭൂമിയിൽ വിത്ത് കിട്ടാൻ 3 ദിവസം മുളച്ച് വരണ്ടേ, അത് മുഴുവൻ ഭൂമി തന്നെ വിഴുങ്ങുന്നു. അപ്പോൾ ഭൂമിയെ ശിക്ഷിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭൂമി ഒരു പശുവിൻ്റെ രൂപം എടുത്ത് ഓടുന്നു. വസുദേവ്മാം വധിഷ്യാമി. ഭൂമിദേവിയോട് പറഞ്ഞു, ഹേ വസുദേ, ഭൂമിദേവിയെ നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു, വധിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഭൂമി ചോദിച്ചു, എന്നെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കും? വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ഭൂമിയാണ് നമ്മളെ താങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചാവും. എന്നെ വധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കും? അപ്പോൾ പൃഥു പറയുന്നു, ആത്മയോഗ ബലേ നേമാധാരയിഷ്യാമ്യഹം, എൻ്റെ യോഗം ബലം കൊണ്ട് ഞാൻ ജനങ്ങളെ ധരിക്കും പറഞ്ഞപ്പോൾ ഭൂമിക്ക് മനസ്സിലായി ഇത് സാക്ഷാത് ഭഗവാനാണ്. പിന്നെ ഗംഭീരസ്തുതിയൊക്കെ ചെയ്തു. വരാഹരൂപത്തിൽ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഭഗവാൻ ഇപ്പോൾ പൃഥുരൂപത്തിൽ വധിക്കാൻ വന്നാൽ ഞാൻ ആരുടെ കാല് ശരണം പ്രാപിക്കും? ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ അമ്മ തള്ളുമ്പോൾ കുഞ്ഞു അമ്മേനെ അമ്മയുടെ കാല് തന്നെ വിളിക്കും. അതുപോലെ എനിക്ക് ഈ രക്ഷയ്ക്ക് വേറെ ആളില്ല, നീ തന്നെ രക്ഷിക്കണം. പൃഥു പറഞ്ഞു, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോളൂ. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു, അവർ മര്യാദയ്ക്ക് നാമം ജപിച്ചിട്ടില്ലേ, ഹോമങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, അതിനു വേണ്ടി യജ്ഞാർത്ഥ്യ അഗ്രസം ഔഷധീഹി, ആ യജ്ഞം വീണ്ടും നടത്താൻ വേണ്ടിയാണ് ഞാൻ ഔഷധികൾ ഒളിച്ച് വച്ചിരുന്നു. ഞാൻ പശുവിൻ്റെ രൂപത്തിൽ വരാം, പശുവിൻ്റെ രൂപത്തിൽ പാലിൻ 6 ഓരോ വിധം പൈക്കുട്ടിയും പാത്രവുമായി വന്നാൽ അവർക്ക് വേണ്ടത് കൊടുത്തോളാം പറഞ്ഞപ്പോഴാണ് ദേവന്മാരും ഋഷീശ്വരന്മാരും ഗന്ധർവന്മാരും അവരുടെ പ്രധാനപ്പെട്ട ആളെ പൈക്കുട്ടിയായും ഓരോ പാത്രമായി വന്ന് വേണ്ടത് കൊണ്ടുപോയി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. പിന്നെ പൃഥു വന്ന ശേഷമാണ് ഇത് നഗരം, ഉപനഗരം, ഗ്രാമം, പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു സിസ്റ്റമായിട്ട് ഈ ഭൂമിയെ നേരാക്കിയത് പൃഥു ഭഗവാനാണ്. പൃഥോർഹ്യ നൈവേഷ പുറഗ്രാമാദി കൽപ്പന യഥാസുഖം വസന്തി സ്മ തത്ര തത്ര അഗതോഭിയാഹ. പണ്ട് ഒരു കൂട്ടമായിട്ട് ഒരു മലയുടെ മുകളിൽ ജനങ്ങൾ താമസിച്ചിരുന്നു. ഇപ്പോൾ പൃഥു വന്ന ശേഷം ആ മല ഗിരിക്കൂട്ടാണ് ഈ രാജരാട്ട്, വലിയ വലിയ മലകളൊക്കെ അത് കുണ്ടുകൾ തട്ടി സമതലമാക്കി ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു. പിന്നെ പൃഥു അശ്വമേധ യാഗം ചെയ്യുമ്പോൾ കുതിരകളെ 100ാമത്തെ അശ്വമേധം ചെയ്യുമ്പോൾ കുതിരയെ കൊണ്ടുപോയി ഇന്ദ്രൻ്റെ പൃഥുവിൻ്റെ പുത്രൻ വിജിതാശ്വൻ ഇന്ദ്രനെ കൊള്ളാൻ പുറപ്പെടുമ്പോൾ അവൻ സന്യാസിയുടെ രൂപം കാണിക്കുന്നു. ജൈന സന്യാസിയായും ബൗദ്ധ സന്യാസിയായും ഇപ്പോൾ കൊല്ലാതെ വിട്ടു വരുന്നു. അപ്പോഴാണ് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി പൃഥു പുറപ്പെട്ടപ്പോൾ അത്രി മഹർഷി പറഞ്ഞു, നീ യാഗം ചെയ്യുമ്പോൾ നീ ഹിംസിക്കാൻ പാടില്ല, ഞങ്ങൾ തന്നെ ഇന്ദ്രനെ ഹോമിച്ചോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ഹോമിക്കാൻ വേണ്ടി, ഇന്ദ്രനെ വധിക്കാൻ വേണ്ടി ആഭിചാര യാഗം ചെയ്യാൻ തുടങ്ങി. ഇന്ദ്രൻ പേടിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. ഉടനെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, യാഗം നിർത്തിക്കോളൂ, ഒരു 99 മതി. ഇത് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് പൃഥു നിർത്തി. ഈ പൃഥുവിൻ്റെ നല്ല ഗുണം കണ്ടപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ഭക്തി മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നല്ല ഗുണം കൂടി വേണം. വലിയ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ശരി പറയാൻ നമ്മൾ പഠിക്കണം. അതിങ്ങനെ ചോദിക്കാൻ പാടില്ല. ബ്രഹ്മാവ് നിർത്തിക്കോളൂ പറഞ്ഞപ്പോൾ നിർത്തിയപ്പോൾ ഭഗവാൻ എന്ത് വരം വേണം ചോദിക്കുന്നു. ഭഗവാൻ നേരിട്ട് എന്ത് വരം വേണം ചോദിക്കുമ്പോൾ പൃഥു പറയുന്നു, ഇത് എനിക്ക് ഒരു 10,000 ചെവി കിട്ടിയാൽ കൊള്ളാം. 10,000 ചെവി, ഒരു 1000 കൈ കിട്ടിയാൽ കൊള്ളാം. കാരണം ഒരു 1000 ആളുകൾ ഇവിടെ വന്നെങ്കിൽ, ഒരു 500 ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ പൈസ പോകേണ്ട ആവശ്യമില്ല. 500 കൈകളിൽ ചായയും കൊണ്ടുവന്ന് പിടിച്ചോളൂ, ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാം. ഒരു 100-500 കൈ കിട്ടിയാൽ കൊള്ളാം. 1000
10,000 ചെവി കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോഴാണ് പറയുന്നത്, ഈ കേരളത്തിൽ എല്ലാ ദിക്കിലും സപ്താഹം സത്സംഗം നടക്കുന്നുണ്ട്, എനിക്ക് പോകാൻ സമയമില്ലേ. ഇപ്പോൾ ഈ 2 ചെവി അങ്ങോട്ട് പോയിക്കോളൂ, നാരായണാലയത്തേക്ക് 2 ചെവി, അവിടെ 2 ചെവി, പിന്നെ പറഞ്ഞു വിട്ട കഥ കേൾക്കില്ലേ? നിൻ്റെ കഥകളെ കേൾക്കാൻ ഒരു 10,000 ചെവി കിട്ടിയാൽ കൊള്ളാം. അല്ലെങ്കിൽ 10,000 ചെവി പറഞ്ഞാൽ എന്താർത്ഥം? ഒരു 5,000 ആളുകളോട് ചേർന്ന് ആസ്വദിക്കണം. അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് ഭഗവാൻ എൻ്റെ കഥകൾ കേൾക്കാനുള്ള താല്പര്യം പൃഥു പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പറഞ്ഞു ഭഗവാനോട്, ഭഗവാനെ എന്ത് വേണം എന്നോട് ചോദിക്കരുത്. കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ അത് വേണ്ടാത്ത കാര്യമേ പറയുന്നു. എന്നാൽ ജലദോഷമുള്ള കുട്ടിയോട് എന്ത് വേണം ചോദിച്ചാൽ ഐസ്ക്രീം വേണം പറയും. നല്ല പൂക്ക് ഒഴുകി വരുന്നുണ്ട്. ആ സമയത്ത് ഐസ്ക്രീം കഴിച്ചാൽ എന്താവും? അതുപോലെയാണ് നമ്മുടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ വേണ്ടാത്തതൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ഭഗവാനോട് പറയുന്നു? ഈ ശ്ലോകം പറഞ്ഞാൽ മതി. 4-ാമത്തെ സ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം. യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതും. യഥാചരേത് ബാലഹിതം, ഒരു കുട്ടിക്ക് വേണ്ടത് അച്ഛൻ എങ്ങനെ ചെയ്യുമോ അതുപോലെ എനിക്ക് വേണ്ടത് നീ സ്വയം ചെയ്തോളൂ. ശ്ലോകം മുഴുവൻ പറയേണ്ട ആവശ്യമില്ല, അവസാനത്തെ 2 വരി യഥാചരേത് ബാലഹിതം പിതാ സ്വയം, എനിക്ക് ഏതാണോ നന്മ അത് സ്വയം ചെയ്തോളൂ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ഇവിടെ പറയുന്നു, തമാഹ രാജന്മയി ഭക്തിരസ്തുതേ, നിനക്ക് ഭക്തി വരട്ടെ. ഇല്ലെങ്കിൽ ഭഗവാൻ ഭക്തി കൊടുക്കാറില്ല, വേറെ എന്തെങ്കിലും കൊടുക്കും. അതുകൊണ്ടാണ് ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി ഒഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഭക്തിയാണ് വേണമെന്ന് ഭക്തന്മാരെ പ്രാർത്ഥിക്കാൻ കാരണം അത് ഭഗവാൻ കൊടുക്കാറില്ലേ. ഇങ്ങനെ പൃഥ്വിനെ അനുഗ്രഹിച്ചു. പിന്നെ പൃഥു തൻ്റെ ജനങ്ങളെ വിളിച്ച് പറഞ്ഞു, ദേവനായ ഭഗവാൻ ഒരാളുണ്ട്, ആ ദേവനെ നിങ്ങൾ ഭജിക്കണം. കാരണം നമ്മുടെ കർമ്മഫലദാതാവായ ഒരു ദേവൻ വേണ്ടേ? നമ്മൾ ചെയ്ത കർമ്മം തന്നെ നമുക്ക് ഫലം കൊടുക്കാറില്ലേ? നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊടുക്കാൻ ഒരാൾ വേണം. ചില ആൾ ചോദിക്കും, മീമാംസക്കാർ, തേങ്ങ കുഴിച്ച് വെച്ചാൽ തെങ്ങ് മരം സ്വയം വരുന്നു, തേങ്ങ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ കർമ്മം നമ്മൾ ചെയ്താൽ ഫലം കിട്ടുന്നുണ്ടല്ലേ, സ്വയം കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ കർമ്മഫല ദാതാവായ ഒരു ദേവൻ? അത് അങ്ങനെ പറ്റില്ല പറയും ആദിശങ്കരാചാര്യൻ. ഒരാൾ തേങ്ങ കുഴിച്ച് വയ്ക്കുന്നു, അത് തെങ്ങ് മരമായിട്ട് വരുന്നു. പക്ഷേ അടുത്ത വീട്ടുകാരൻ തേങ്ങ പറിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ തെങ്ങ് മരം എന്നെ കുഴിച്ച് വെച്ചാൽ ഇയാളുടെ ഒപ്പമേ പോകാവൂ, അടുത്ത ആളുടെ പോകരുത്, അങ്ങനെ തോന്നില്ലേ? ആറ് വിളിച്ച് വിടുമ്പോൾ അവിടെ പോകും. ഇപ്പോൾ ചെയ്ത കർമ്മം ചെയ്ത ആൾക്ക് തന്നെ ഫലം കിട്ടേണ്ടേ, സത്കർമ്മമായും ദുഷ്കർമ്മമായാലും. അപ്പോൾ അവരവരുടെ ചെയ്ത കർമ്മങ്ങളെ ഫലദാതാവായ ഒരു ആളുണ്ട്, ആ ഭഗവാനെ നിങ്ങൾ ഭജിച്ചോളൂ. പിന്നെ പൃഥു ഭഗവാൻ തൻ്റെ ജനങ്ങൾക്ക് മക്കൾക്ക് ഉപദേശിക്കുമ്പോഴാണ് അവിടെ സനകാദി യോഗീശ്വരന്മാർ പറഞ്ഞു നാമം ജപിച്ച്, ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീഹരിശരണം മമ ശ്രീഹരിശരണം മമ. ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ. ആ മഹാത്മാ കണ്ടപ്പോൾ എഴുന്നേറ്റു, പാദപൂജ ചെയ്തു. യദ്ഗൃഹാഃ തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ. മഹാത്മാക്കളുടെ കാല് കഴുകിയ വെള്ളം ഏത് വീട്ടിൽ ഓടുന്നുവോ ആ വീടാണ് വീട്. ഇല്ലെങ്കിൽ അത് കുറുക്കൻ താമസിക്കുന്ന വീട് പോലെയാണ്. നമ്മൾ വീട്ടിൽ ഭവനം എന്ന് പറയാറുണ്ട് സംസ്കൃതത്തിൽ, വീടിൻ്റെ പേരാണ് ഭവനം. എപ്പോഴോ ഭവനമാവും? മഹാത്മാക്കൾ വന്നാൽ ഭവനം, ഇല്ലെങ്കിൽ എന്താവും? ഭാവ വെട്ടിക്കളയും. ഭാവ മാറ്റിയാൽ പിന്നെ വനമാവും. എന്മനീഷി പദാംബോജ രജക്കണ പവിത്രിതം തദേവ ഭവനം നോചേത് ഭകാരഃ തത്ര ലുപ്യതേ. അപ്പോൾ നമ്മുടെ വീട് ഭവനമാവണമെങ്കിൽ മഹാത്മാക്കളെ വിളിച്ച് വരുത്തി പൂജിക്കണം. ഇതൊക്കെ പൃഥു ചക്രവർത്തി പൂജിച്ചു. സനകാദികൾ ഉപദേശം തരണേ പ്രാർത്ഥിച്ചപ്പോൾ സത്സംഗത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, ദുഷ്ടസംഗത്തിലേക്ക് പോകരുത് എന്നുകൂടി ഉപദേശം കൊടുത്തു. അതിനുശേഷം പൃഥു ഭഗവാൻ തൻ്റെ പുത്രന്മാരുടെ രാജ്യം ഏൽപ്പിച്ച് കാട്ടിൽ ചെന്ന്
ഭാര്യയോട് തപസ് ചെയ്ത് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുന്നു. പൃഥുവിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് സംസ്കാരം ചെയ്ത് ആ ചിതയിൽ ചാടിക്കേറി സ്വയം ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥുചരിത്രം സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് എല്ലാവിധമായ മംഗളങ്ങളും ഉണ്ടാകും. കൂടുതൽ ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് പൃഥുചരിത്രം സമർപ്പിക്കുന്നു. പിന്നെ പൃഥുവിൻ്റെ പരമ്പരയിൽ പ്രാചീന ബർഗീസ് പേരുള്ള രാജാവ്, അദ്ദേഹത്തിന് 10 കുട്ടികൾ, പ്രചേതസ്സുകൾ എന്നാണ് അവരുടെ പേര്. പ്രചേതസോ നാമ സുചേതസസ്സുതാണ്. രണ്ടും ഒരർത്ഥം തന്നെ. പ്രചേതസ്സന, ചേതഹ പറഞ്ഞാൽ മനസ്സ്, പ്രചേതസ്സന പ്രകൃഷ്ടമായി നല്ല മനസ്സുള്ള ആൾക്കാരാണ്. പ്രചേതസോ നാമ സുചേതസസ്സുതാം അജീജന തത് കരുണാങ്കുറാണിവ. ഭഗവാന്റെ കരുണയെ പോലെയാണ് ആ 10 കുട്ടികൾ. ഈ 10 കുട്ടികളും ഒരേപോലെ തുല്യനാമ വ്രതാ സർവേ. ഈ 10 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ 9 കുട്ടിയുടെ വിശപ്പും മാറും. ഒരു കുട്ടിയെ ഉറക്കിയാൽ മതി, 9 കുട്ടികൾക്ക് ഉറങ്ങിയതിൻ്റെ ഗുണം ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടികളായാൽ നന്നായി. ഒരു കുട്ടിയെ ഭക്ഷണം കൊടുക്കാത്തതിന് എത്ര ബുദ്ധിമുട്ടാവുള്ളൂ. അത്ര അന്യോന്യതയായിരുന്നു. ഇവിടെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒരു കുട്ടി പോയാൽ മതിയായിരുന്നു. ഒരു കുട്ടി ഭഗവാനെ കണ്ട് വരം മേടിച്ചാൽ എല്ലാവർക്കും കിട്ടില്ലേ? പക്ഷേ ഭഗവാനെ കാണാൻ പുറപ്പെടുമ്പോൾ 10 പേരും ഒന്നിച്ച് പുറപ്പെടും. ഇവിടെ എന്താ കാണിക്കുന്നു? ഭഗവാന്റെ കാര്യത്തിന് പോകുമ്പോൾ കുടുംബത്തിൽ എല്ലാവരും പുറപ്പെടണം. ലൗകിക കാര്യങ്ങൾക്ക് ഒരാൾ പോയാൽ മതി. വീട്ടിൽ ഒരു കല്യാണം അന്വേഷിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ മതി. നമ്മൾ മാറിയാണ് ചെയ്യുന്നത്. കല്യാണത്തിന് പോകുമ്പോൾ കുടുംബസമേതം ചെല്ലും. പേരക്കുട്ടി എല്ലാവരും വിളിച്ചുകൊണ്ട് അവിടെ നല്ല ഭക്ഷണം കഴിച്ചു പോകും. സപ്താഹത്തിനോ എല്ലാവരും പോകാറില്ല. പ്രായമായ മുത്തശ്ശി ചെവി കേൾക്കാൻ വയ്യാതെ മുത്തശ്ശിയെ മാത്രം നമുക്ക് ഇരുന്നോളൂ പറഞ്ഞു വിടും. അങ്ങനെ ആവരുത്. ഇതുപോലെ സത്സംഗങ്ങൾക്ക് പേരക്കുട്ടിയുമായി കുടുംബസമേതം വരണം. ലൗകിക കാര്യങ്ങൾക്ക് ഒരാൾ പോയാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ പ്രശേഷകൾ 10 പേരും ഒന്നിച്ച് ഇവിടെ ഗുരുവായൂർ വന്നു. തഥാ ഭവത്തീർത്ഥമിതം സമാഗതാഹ. ഇവിടെ വന്നപ്പോഴാണ് മമ്മിയൂരപ്പൻ അവർക്ക് രുദ്രഗീതം അല്ലെങ്കിൽ യോഗാദേശം എന്ന പേരുള്ള മന്ത്രം ഉപദേശം കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് ജപിച്ചാൽ മതി. നമുക്ക് വേണ്ടതൊക്കെ ഗുരുവായൂരപ്പൻ തരും. ജിതന്ത ആത്മവിദ്യുമീയ സ്വസ്ഥയേ സ്വസ്തിരസ്തുമേ 24-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്ന മന്ത്രമാണ്. ഇതിൽ ഭഗവാനോട് എങ്ങനെ പ്രാർത്ഥിക്കണം അതുകൂടി ഉപദേശിക്കുന്നു. എന്താ പ്രാർത്ഥന ഇവിടെ പറഞ്ഞു? ക്ഷണാർത്ഥേന വിതുലയേന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. സത്സംഗത്തിൽ കിട്ടുന്ന ആനന്ദം സ്വർഗത്തിലും ഇല്ല, വൈകുണ്ഠത്തിൽ പോലും ഇല്ല, ബ്രഹ്മലോകത്തിൽ പോലും ഇല്ല എന്നാണ് പറയുന്നത് ഇവിടെ മഹാദേവൻ. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ലേ? ഞാൻ സ്വർഗം പോയിട്ടില്ല, വൈകുണ്ഠം പോയിട്ടില്ല. പക്ഷേ എല്ലാദിക്കിലും പോയ മഹാദേവനാണ് പറയുന്നു. ഭക്തന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട വരം ഈ ശ്ലോകമാണ്. അഥാനഗാംഗ്രേസ്തവ കീർത്തി തീർത്ഥയോ അന്തർബഹിസ്നാനവിധൂതപാപ്മനാം ഭൂതേഷ്വണുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമോണുഗ്രഹയേഷണസ്തവ. 2 സ്നാനം ചെയ്യുന്ന ഭക്തന്മാർ ഉള്ളിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഭഗവാനെ കീർത്തിക്കുന്നതും, പുറത്ത് ഭഗവാന്റെ പാദയുക്തമായ ഗംഗയിൽ കുളിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, അന്തർബഹിസ്നാനം. പിന്നെ എല്ലാ ജീവന്മാരോട് ദയ കാണിക്കുന്ന അങ്ങനെയുള്ള ഭക്തന്മാരുടെ സംഘം തരണേന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകശൈലിക്ക് ഭഗവാൻ അനുഗ്രഹിക്കാൻ പോകുന്ന കഥ പിന്നെയാണ് വർണ്ണിക്കുന്നത്. ഇവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി ചെയ്തു. പ്രത്യേകശയുടെ അച്ഛൻ യാഗം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പുരഞ്ജന ഉപാഖ്യാനം ഒരു കഥയിലൂടെ, ഈ കഥ ഒരു കെട്ടുകഥയാണ്. ഒരു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വിചാരിക്കേണ്ട. ഒരു കെട്ടുകഥ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കി തരണം, അതാണ് വേണ്ടത്. ഈ ശരീരം ഒരു വാടക വീട് പോലെയാണ്. കഥ മുഴുവൻ പറയാൻ സമയമില്ല. നമ്മുടെ ശരീരം ഒരു വാടക വീട് പോലെയാണ്. 100 കൊല്ലത്തിലെ ലീസിന് കൊടുത്തതാണ്. 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറപ്പെടും. ഈ വാടക വിട്ട് പുറപ്പെടും മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തമായി വീട് റെഡിയാക്കി വയ്ക്കണം. നമ്മുടെ സ്വന്തം വീട് ഏതാണ്? ഭഗവാന്റെ തിരുവടിയാണ്. അறம் പൊരുൾ ഇൻപം വീട്. തമിഴിൽ വീട് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മോക്ഷം എന്നാണ് അർത്ഥം. തമിഴിൽ അறம் ധർമ്മം, പൊരുൾ അർത്ഥം, ഇൻപം കാമം, വീട് പറഞ്ഞാൽ മോക്ഷം. ആ വീട് പറഞ്ഞാൽ മോക്ഷം. മോക്ഷത്തിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നാമം ജപിച്ചാൽ മതി. ഗുരുനാഥനോട് ഒരാൾ, എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു, സാധാരണ
നമ്മുടെ ഭൂലോകത്തിൽ തന്നെ വീട് മേടിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ചിലവാകണം. ഇപ്പോൾ ലക്ഷം പോരാ, കോടിക്കണക്കിന് ചിലവാണ്. വൈകുണ്ഠത്തിൽ പോയി വീട് മേടിക്കണമെങ്കിൽ എത്ര ചിലവ് വേണ്ടി വരും ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അവിടെ ഒന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഹരി പറഞ്ഞാൽ മതി, ഭഗവാൻ ശരി പറഞ്ഞ് വീട് റെഡിയാക്കാം. ഇവിടെ ഹരി ജപിച്ചാൽ മതി, നാരായണ ജപിച്ചാൽ മതി. ഹരി 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 സ്മരണ കരോ, ഹരി 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 സ്മരണ കരോ, ഹരി ചരണ കമല ധ്യാന കരോ, ഹരി ചരണ കമല ധ്യാന കരോ, ഹരി 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 സ്മരണ കരോ, ഹരി ഹരി हरि चरण कमल ध्यान करो, हरि चरण कमल ध्यान करो, हरि 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 स्मरण करो, हरि हरि मुकुंद माधव सेवा करो, मुकुंद माधव सेवा करो, मुरहर गिरिधारी भजन करो, मुरहर गिरिधारी भजन करो, हरि 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 स्मरण करो, हरि 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 स्मरण करो. ഹരി ഹരി ജപിച്ചാൽ മതി, അവിടെ ശരി പറഞ്ഞ് ഭഗവാൻ നമുക്ക് വീട് റെഡിയാക്കി വെക്കും. ഈ ജീവിതം ഒരു മഴ പെയ്യുന്ന സമയത്തിലുണ്ടാവില്ലേ, അതുപോലെ കുമിഴ്നീർ എന്ന് പറയും, അതുപോലെയാണ് കായമേ ഇത് പൊയ്യടാ വെറും കാറ്റടയ്ത്ത പയ്യട. ഒരു ബലൂണിൽ ഒരു ഓട്ടം ഉണ്ടായാൽ തന്നെ കാറ്റ് പോകും. ഇത് 9 ഓട്ടമുള്ള ബലൂണാണ്. കാറ്റ് പോവാതെ രക്ഷപ്പെടുന്നതാണ് നമ്മുടെ ഭാഗ്യം. എപ്പോൾ പോയ കാറ്റ് തിരിച്ച് വരുമോ സംശയം. അപ്പോൾ ഈ ജീവിതം ഒരു ഇതുപോലെയാണ് ഇവിടെ ഭക്തന്മാർ പാടുന്നു. തമിഴ് പാട്ടാണ്, എന്നാലും മനസ്സിലാവും. വാഴ്വൈ നമ്പാതേ മനമേ നമ്പാതേ ഉടലയേ നമ്പാതേ നമ്പാതേ ഭൂവി വാഴ്വൈ നമ്പാതേ മനമേ നമ്പാതേ ഉടലയേ നമ്പാതേ നമ്പാതേ. ദേഹം മാംസമൂട്ടை പല ജന്തുക്കൾക്കെല്ലാം വേട്ടை, ദേഹം മാംസമൂട്ടை പല ജന്തുക്കൾക്കെല്ലാം വേട്ടை, ஓகோ ஆனந்த கோட்டை உயிர் ஓடிட எத்துணை பாட்டை, ஓகோ ஆனந்த கோட்டை உயிர் ஓடிட எத்துணை பாட்டை, புவி வாழ்வை நம்பாதே மனமே நம்பாதே உடலையே நம்பாதே நம்பாதே. இன்றைக்கு ஆடுவார் நாடு நாளை எடுப்பார் கையிலே ஓடு, இன்றைக்கு ஆடுவார் நாடு நாளை எடுப்பார் கையிலே ஓடு, உடல் ஒன்றுக்கும் உதவாத கூடு இதை உற்று பார்த்தால் வெட்க கேடு, உடல் ஒன்றுக்கும் உதவாத கூடு இதை உற்று பார்த்தால் வெட்க கேடு, பூமி வாழ்வை நம்பாதே மனமே நம்பாதே உடலையே நம்பாதே நம்பாதே. பெண்டு பிள்ளைக்கென்ன வாட்டம் நம்மை பிடுங்கி தின்பதில் நாட்டம், பெண்டு பிள்ளைக்கென்ன வாட்டம் நம்மை பிடுங்கி தின்பதில் நாட்டம், கையில் உண்டான போது கொண்டாட்டம் கையில் உண்டான போது கொண்டாட்டம், செல்வம் ஒழிந்தால் சகலரும் ஓட்டம் செல்வம் ஒழிந்தால் சகலரும் ஓட்டம் ஓட்டம். வாழ்வை நம்பாதே மனமே நம்பாதே உடலையே நம்பாதே நம்பாதே. எண்ணிக்கை இல்லாமல் இங்கே முன்னம் இருந்தவரெல்லாம் எங்கே, எண்ணிக்கை இல்லாமல் இங்கே முன்னம் இருந்தவரெல்லாம் எங்கே, நாம் அண்டி போக வேண்டும் அங்கே வேதநாயகம் சொல்லும் பாங்கே வேதநாயகம் சொல்லும் பாங்கே. புவி வாழ்வை நம்பாதே மனமே நம்பாதே உடலையே நம்பாதே நம்பாதே. வாழ்வில்லாத நமது சுவாமி தாளை തേടി ഓടു ഭൂവി വാഴ്വൈ നമ്പാതേ. ഈ ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ
ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരണം എന്നാണ്. വേദനായകം പിള്ളി എന്നൊരു മഹാത്മാവാണ്, ക്രിസ്ത്യനായിരുന്നു. പിന്നെ അദ്ദേഹം നമ്മുടെ ആൾവാരുടെയും ഭക്തന്മാരുടെ ചരിത്രങ്ങളൊക്കെ കേട്ട ശേഷം പിന്നെ അദ്ദേഹം വീണ്ടും ഹിന്ദുവായി മാറി പല കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഭക്തന്മാർക്ക് പാടും. ഇതിൻ്റെ സാരം, പുരന്ദരോപാഖ്യാനത്തിൻ്റെ സാരമാണ് ഈ പാട്ടിൽ അദ്ദേഹം വർണ്ണിക്കുന്നു. പിന്നെ പ്രചേസികൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ച കഥ വർണ്ണിക്കുന്നു. പ്രചേസികളോട് വിവാഹം ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വിവാഹം ചെയ്താൽ അത് ബന്ധനമാവില്ലേ? ഭഗവാൻ പറഞ്ഞു, വിവാഹം ചെയ്താൽ ബന്ധനമാവില്ലേ? വിവാഹം ചെയ്ത് ഭാര്യയുടെ ഒപ്പം 2 ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഭാഗവതം വായിച്ചാൽ അതിൻ്റെ മോക്ഷം. പിന്നെ പ്രത്യേകം മോക്ഷത്തിന് പോകേണ്ട ആവശ്യമില്ല. രാധാ മുകുന്ദ ദ്വയദാസ്ലക്ഷ്യം ഗാർഹസ്ഥ്യമേതത് കില മോക്ഷതുല്യം മത് വാർത്താ യാതയാമാനാം ന ബന്ധായ വികാമതാഹ. എന്നെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നാൽ, എന്നെക്കുറിച്ച് പാടിക്കൊണ്ടിരുന്നാൽ ആ വീട് ബന്ധനമാവില്ലേ, അത് മോക്ഷതുല്യമാണെന്ന് ഭഗവാൻ പ്രചേസികൾക്ക് ഉപദേശിച്ചു. ചിലപ്പോൾ എന്നെ മറക്കാനിടയായാൽ ഞാൻ ആരെങ്കിലും ഭക്തന്മാരെ പറഞ്ഞുവിടാം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ സമാധാനമായി പുറപ്പെട്ടു. പിന്നെ അവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് മറക്കാൻ ആയപ്പോഴാണ് നാരദൻ വന്ന് ചെയ്ത ഉപദേശം ഇവിടെ വർണ്ണിക്കുന്നു. പ്രചേസികൾക്ക് നാരദൻ ചെയ്ത ഉപദേശത്തോടാണ് ഈ ചതുർത്ഥ സ്കന്ധം സമർപ്പിക്കുന്നു. നാരദൻ ചെയ്യുന്ന ഉപദേശം പ്രത്യേകം ഓരോ ദൈവത്തിനെ പൂജിക്കേണ്ട ആവശ്യമില്ല. യഥാതരോർ മൂലനിഷേചനേന തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖ. ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവടിയിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി, എല്ലാ ദേവന്മാരും സന്തോഷിക്കും. അതുപോലെ പ്രാണോപഹാരാച്ച നമ്മൾ പറയാറുണ്ട്, വിശന്നിട്ട് വയ്യ, ചെവി പശി കൊണ്ട് കണ്ണടയുന്നു, കാത് അടയുന്നു, കേൾക്കാൻ വയ്യ, കാണാൻ വയ്യ പറയും. പശി കൊണ്ട് കണ്ണും കാതും അടയുമ്പോൾ ഭക്ഷണം കൊടുത്താൽ എന്ത് ചെയ്യും? ഭക്ഷണം എടുത്ത് കണ്ണിലും ചെവിയിലും ഇടാറില്ല, വായിലിടും. പ്രാണനക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുന്നത്? അതുപോലെ ഗുരുവായൂരപ്പനെ പൂജിച്ചാൽ മതി, നാരായണ ജപിച്ചാൽ മതി, എല്ലാ ദേവന്മാർക്കും സന്തോഷം ഉണ്ടാകും എന്ന് നാരദൻ ഉപദേശിച്ചു. പിന്നെ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യ ഏന കേനവ സർവേന്ദ്രിയോപശാന്തിയാച്ച തുഷ്യതി ആസു ജനാർദ്ദന. ചെറിയ ഉപദേശമാണ്. 31-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം. ദയയാ സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ദയ കാണിക്കണം. എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കണം. സന്തുഷ്ട്യ ഏന കേനവ, ഇന്ദ്രിയങ്ങളെ കൂടുതൽ പുറത്തു വിടാതെ അടക്കി വയ്ക്കണം. ഇത് ചെയ്താൽ മതി, ഭഗവാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞ് നാരദൻ ഉപദേശം സമർപ്പിച്ചു. നാരദൻ്റെ ഉപദേശം കേട്ട ശേഷം പ്രചേസികൾ അങ്ങനെ ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ പ്രാപിച്ചു. ഈ രാജാക്കളുടെ കഥ ആരാണ് കേൾക്കുന്നുവോ, ഇതുവരെ കഥ കേട്ടിരുന്ന വിതുരൻ മൈത്രിയോട് പറഞ്ഞു, ഇനി കഥ കേൾക്കാൻ വയ്യ, ഞാൻ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന സമയത്തിൽ ഗുരുചരണത്തെ ശിരസിലും ഹരിചരണം ഹൃദയത്തിലും എടുത്തു പുറപ്പെട്ടു. പ്രവൃത്ത ഭാവോശ്രുകലാകുലോ മുനേഹി ദദാരമൂർധ്നാചരണം ഹൃദ ഹരേഹേ. അങ്ങനെ വിതുരൻ പുറപ്പെട്ടു. ഈ രാജാക്കളുടെ കഥ കേൾക്കുന്നവർക്ക് ആയസ്, ധനം, യശസ് ഇതൊക്കെ കിട്ടുമായിരുന്നു. ഏതദ്യ ശൃണുയാദ്രാജൻ രാജ്ഞാം ഹരിയർപ്പിതാത്മനാം ആയുർധനം യശസ്വസ്തി ഗതിം ഐശ്വര്യമാപ്നുയാത്. സാധാരണ രാജാക്കന്മാരുടെ കഥയല്ലേ, ഇത് കേൾക്കുമ്പോൾ എല്ലാം കിട്ടുന്നു പറയാണ്ട. കാരണം രാജ്ഞാം ഹരിയർപ്പിതാത്മനാം, ഇവർക്ക് ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചവരാണ് ഈ മഹാത്മാക്കളായ ധ്രുവൻ, പൃഥു മഹാത്മാക്കളുടെ കഥ കേൾക്കുമ്പോൾ നമുക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ഈ ചതുർത്ഥ സ്കന്ധം സമർപ്പിക്കുന്നത്. കാരണം ഭാഗവതം കേട്ടാൽ മുക്തി കിട്ടും പറഞ്ഞാൽ പിന്നെ ഒരാൾ കേൾക്കാൻ വരില്ലേ. ഇടയ്ക്ക് ആയുസ് കിട്ടും, ധനം കിട്ടും, ധാന്യം കിട്ടും പറഞ്ഞാലേ നാളെ ആളുകൾ വരുള്ളൂ. അതിനുവേണ്ടി നമ്മളെ ഒരു നമുക്ക് ഒരു പ്രേരണ കൊടുക്കാൻ വേണ്ടി ഒരു കള്ളമില്ലേ, സത്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവിധമായ നന്മകളും കിട്ടും പറഞ്ഞുകൊണ്ട് ചതുർത്ഥ സ്കന്ധം സമർപ്പിക്കുന്നു.